എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ് വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തോന്നി. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടത് മാത്രമല്ല, ഈ പെൺകുട്ടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ആള് ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല, സ്വയം ജീവനൊടുക്കിയിരിക്കുകയാണ്. ഇവള് ഒറ്റ ഒരുത്തി കാരണമാണ് ആ വ്യക്തി ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത്. സത്യം പറയാലോ, നിന്നെയൊക്കെ കൈ കിട്ടിയ പിടിച്ച് ഒരയ്ക്കാനുള്ള കലിപ്പാണ് എനിക്കുള്ളത്. അമ്മാതിരി രീതിയിലുള്ള അപരാധങ്ങളാണ് നീയൊക്കെ കാരണം ഇന്നിവിടെ നടന്നു പോകുന്നത്. ബസ്സിലെ കിണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സാധനമുണ്ട്. ബസ്സിൽ ആണുങ്ങൾ മോശമായി പെരുമാറി പോലും. എവിടെ പെരുമാറി? ഈ വ്യക്തി നിന്നെ ഒരു നോട്ടം കൊണ്ട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നത് സത്യം. അബ്സ കെ റജി ഇടക്കേറി പോയതാണ്. അതിനുശേഷം പുതിയ ട്രെൻഡായിരിക്കും ഇനി ഒരു പാവപ്പെട്ട ആണിനെ ഇതുപോലെ തൊട്ടു ഞരണ്ടി എന്ന് പറഞ്ഞും കൊണ്ട് ഏറി കയറ്റാൻ വേണ്ടി ശ്രമിച്ച് സ്വയമേ ഏറി കയറി റീച്ചുണ്ടാക്കുന്ന പുതിയൊരു ട്രാക്കായിരിക്കും. അല്ലെങ്കിൽ നീ ഇതുപോലെ തന്തയില്ലാത്ത പരിപാടി ചെയ്യത്തില്ല കേട്ടോ. നീ ഇതിനൊരു ന്യായീകരണം ഇട്ടിട്ടുണ്ട്. വീഡിയോ നീ ഇപ്പൊ മുക്കി. നീ സത്യസന്ധമായ അത്രയും വലിയ ഇതായിരുന്നെങ്കിൽ നീ എന്തിനു വീഡിയോ മുക്കി? എന്റെ ചോദ്യം അതാണ്. അതുപോലെ നീ ഈ വീഡിയോയില് തട്ടാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന സാഹചര്യം, ഇപ്പുറത്ത് നിന്ന് നീ അപ്പുറത്ത് പോയിട്ട് അങ്ങേർക്ക് വച്ചു കൊടുക്കുകയാണ് തട്ടാനായിട്ട്. ഇത് കണ്ടില്ല കേട്ടില്ല കോണ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരല്ലേ. നിനക്ക് അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ എന്റെ പേരിൽ കൊണ്ട് കേസോടെ, എനിക്കൊരു കോപ്പുമില്ല. കാരണം ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ട കാര്യമാണ് കേട്ടാ. കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ പിരിവെട്ടിയിരിക്കുക. ആ വ്യക്തി നീ ഭൂമിയിൽ ജീവനോടെ ഇല്ല. നീ ഒറ്റ ഒരുത്തി കാരണം. ഇത് നാളെ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ സംഭവിക്കാം. ഈ വീഡിയോ കാണുന്ന ഓരോ ആണുങ്ങൾക്ക് സംഭവിക്കാം. ഇതുപോലെ ഓരോ പെണ്ണുങ്ങൾ അപരാധം എന്ന പേരിൽ അപരാധം കാണിച്ചുകൊണ്ട് സ്വയമേ ഇറങ്ങി തിരിച്ചും കൊണ്ട് പാവപ്പെട്ട ആണുങ്ങളെ ജീവിതമൊക്കെ തൊലച്ചടുക്കുന്ന സമയത്ത് നാളെ നിങ്ങളും ഞാനും അതിലേറെയാകാം. അതുകൊണ്ട് നമ്മളിത് പ്രതികരിക്കണം, ശക്തമായിട്ട് പ്രതികരിക്കണം. ഇവിടെ പോലുള്ളവളും ആരെ പിടിച്ച് ജയിലിലിടണം. അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കണം. കാരണം ഇത് നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തോ. നിങ്ങൾ അടങ്ങുന്ന ആൾക്കാർ നാളെ ഇതിനേരെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പേര് നിങ്ങളുടെ പട്ടിക കൊണ്ടിട്ട് കൊടുത്തു. ആ ഒരു സെറ്റപ്പിലാണ് ഈ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. ഇന്ന് ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. വല്ലാത്ത അവസ്ഥയാണ്. ഇവള് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഇട്ടിട്ട്, സമൂഹത്തിന് വിട്ട് തന്നിരിക്കുന്നു. നിന്റെ തന്തയാണോ സമൂഹത്തിൽ ഇരിക്കുന്നത്? നിനക്ക് പോലീസിൽ കേസ് കൊടുക്കാൻ അറിയത്തില്ലേ? സമൂഹത്തിന് വിട്ട് തന്നിരിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നേരെ സമൂഹത്തിന് വിട്ട് തരികയാണ് ചെയ്യുന്നത്. നിനക്ക് കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ പറ്റിയിട്ട് അറിയത്തില്ലേ? കേസ് കൊടുത്തോ? നീ കോപ്പ് കൊടുത്ത് നിനക്ക് സമൂഹത്തിന് അങ്ങ് വിട്ട് തന്നിരിക്കുകയാണ്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ച് ഇമാതിരി പരിപാടി ചെയ്യുന്ന കുറെ മറ്റേ അടുത്ത അവളുമാരുടെ ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കൊക്കെ നാണമില്ലേ? കണ്ട് വിഷമമുണ്ടോ? വിഷമം. നീ കാരണം ഒരു നിരപരാധിയായ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലാണ്ടായി. നീ ഈ കർമ്മ ഇതെവിടെ കൊണ്ടുവയ്ക്കും? നിനക്ക് ശാപം, ആ കുടുംബത്തിന്റെ ശാപം നീ എവിടെ കൊണ്ടുവയ്ക്കും? നിനക്ക് മനസമാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? നീക്ക് എന്തിനീ ഭൂമിക്ക് ഭാരമായിട്ട്? ഞാൻ ബാക്കി വായിക്കാം. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വച്ചു. മുന്നിലുള്ള പെൺകുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് കണ്ടുകൊണ്ട് നീ ഓൺ ചെയ്തു വച്ചു. അത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ക്യാമറ ഓൺ ചെയ്യുന്നത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ മോശമായിട്ട് പെരുമാറിയല്ലേ? അടിപൊളിയടി. പക്ഷെ അങ്ങേര് അവസരങ്ങൾ കാത്തു നിന്നുകൊണ്ടേയിരുന്നു. പിന്നെ അവസരം കാത്തു നിൽക്കാൻ സിനിമയിലല്ലോ നിൽക്കുന്നത്. നാണം ഉണ്ടാടി നിനക്കൊക്കെ, നാണം. ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ കൈകൾ അറിയാതെ എനിക്ക് നേരെയും വന്നു. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ ആള് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ നിന്നെ പോലെയുള്ള ഓരോന്ന് ഇപ്പൊ കാട്ടപരാധം കാണിച്ച് പാവപ്പെട്ട ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇറങ്ങി ഓടിക്കളഞ്ഞു. തീർത്തില്ലേ നീ ആ വ്യക്തിയെ? നീ തീർത്തില്ലേ? നീയാണ് തീർത്തത്. നീ തന്നെയാണ് ആ വ്യക്തിയെ തീർത്തത്. അയാള് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. എനിക്ക് അതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ വെച്ചിട്ട് എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാണ്ട്. അതിന് നീ എനിക്ക് ഉത്തരം തരണം. ഈ മാന്യ അദ്ദേഹത്തിന് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഇപ്പൊ ചടങ്ങ് നടക്കുന്നതായിരിക്കും. പോയി വീഴ്. നിനക്ക് തികഞ്ഞില്ലേ? തീർത്ത്. ഒരു വ്യക്തിയെ നീ തീർത്ത്. ബസ്സിൽ ഞരമ്പൻ ചേച്ചി വീഡിയോ എടുത്ത് എയറിലാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവള് വീഡിയോ എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇവൾ എവിടെ നിൽക്കുന്നു, ആ വ്യക്തി എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. കണ്ടല്ലോ, ഇവള് ഇപ്പുറത്താണ്, ഇങ്ങാണ് നിൽക്കുന്നത്. ആ വ്യക്തി അങ്ങോട്ട് തിരിഞ്ഞ് അവിടെയാണ് നിൽക്കുന്നത്. അതായത് ആ വ്യക്തിയുടെ കൈവാക്കിനല്ല ഇവള് നിൽക്കുന്നത്. കണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വീഡിയോ ഞാൻ കൊടുക്കാം. അവിടെ നിന്ന് ഇവളുടെ
തട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ കൈവാക്കിന് കൊണ്ട് വച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരുത്തിയാണ് അടുത്ത് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണുക, നമുക്ക് ഞാൻ പറഞ്ഞത് കള്ളമാണ്. അപ്പുറത്ത് നിന്ന് അവള് അയാൾക്ക് തട്ടാൻ വേണ്ടിയിട്ട് കൊണ്ട് വച്ചു കൊടുക്കുകയാണ്. വച്ചു കൊടുത്തിട്ട് തട്ടളിയ തട്ട് ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ്. തട്ട്. നാണം ഉണ്ടാടി നിനക്ക്? അല്ലെങ്കിൽ നിന്റെ ദേഹത്തൊരാൾ തട്ടുമ്പോൾ ബാക്കിയും കൂടി തട്ടാൻ വേണ്ടിയിട്ട് വച്ചു കൊടുക്കുകയാണോ നീ ചെയ്യുന്നത്? നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമല്ലോ ഒരു വ്യക്തിയുടെ ജീവൻ എടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുക, ഉളുപ്പില്ലാത്തവളെ. ഇനി വേറൊരു പോയിന്റ് അവിടെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് അപ്പുറത്ത് നിന്ന് അവള് ഇപ്പുറത്ത് വന്നിട്ട് അയാൾക്ക് തട്ടാൻ കണക്കിന് കൈവച്ചു കൊടുത്തു. ബസ്സിൽ വേറെ ആർക്കൊക്കെയോ ഡിസ്റ്റർബൻസ് കണ്ടത് കൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തതെന്ന്. വേറെ ആരും അവിടെ അനങ്ങുന്നില്ല, പ്രതികരിക്കുന്നില്ല. പിന്നെ എവിടെയാണ് മറ്റുള്ള ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഈ വ്യക്തി ആയത് നീ കണ്ടത്? എവിടെയാണ്? നീ ക്യാമറ ഓൺ ചെയ്ത് വേറെ ഒരു മനുഷ്യർ നോക്കുന്നില്ല, വേറെ ആർക്കും ഡിസ്റ്റർബൻസ് ആയതായിട്ട് അവർ പറയുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല, അവര് ഒരു നോട്ടം കൊണ്ട് പോലും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഭാവ വ്യത്യാസമില്ല. ഈ ആളും നൈസായിട്ട് സാധാരണ നോക്കുന്ന പോലെ നോക്കിയിട്ട് അയാളുടെ കാര്യം നോക്കുന്നുണ്ട്. അതാണ് അവിടെ കാണുന്നത്. പക്ഷെ നിനക്ക് എവിടെ നിന്നാണ് ഡിസ്റ്റർബൻസ് ഉണ്ടായത്? വേറെ ആൾക്കാർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. വേറെ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ആൾക്കാർ നീ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം നീ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് ആയാലും ഈ കാര്യം എയറായി കഴിഞ്ഞാൽ നെഗറ്റീവ് ഇല്ലെങ്കിൽ എന്നെ 10 ആൾ ശ്രദ്ധിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് നീ കളിച്ച മാറിയ കളിയാണ്. അതേ തുടർന്ന് ആ വ്യക്തി നീ ഭൂമിയിലില്ല. ഇതിന് നീ ഉത്തരം പറയണം. നിന്നെയൊക്കെ പോലെയുള്ളതിനെയാണ് ആദ്യം തൂക്കി തീർക്കേണ്ടത്. നിന്നെയൊക്കെ പോലെയുള്ള പെണ്ണുങ്ങളാണ് ഈ നാടിന് ശാപം. ആണുങ്ങൾക്ക് മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചത്. ഇവിടെ വെറുതെ വിടാൻ പാടില്ല. ഇവിടുത്തെ നിയമം ഏറ്റവും കൂടുതൽ കഠിന ശിക്ഷ ഇവക്ക് കൊടുക്കണം. ഇവള് കാരണം ഒരു കുടുംബം, ഒരു വ്യക്തി വഴിയാധാരമായിരിക്കുകയാണ്. ഇതിനാരുത്തരം പറയും? ഇനി ബാക്കി കാണിച്ചു തരാം. ആ വ്യക്തി ഇവളുടെ തട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയില്ല, തട്ടിയിട്ടില്ല. അങ്ങേര് അവിടെ ബസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കുലുക്കത്തിൽ സംഭവിക്കുന്നതാണ്. അത് ഇവള് കൊണ്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. തട്ട് ചേർന്ന് നിന്നിട്ട് വച്ചു കൊടുക്കുമ്പോൾ പിന്നെ തട്ടാണ്ട് പിന്നെ എവിടെ പോകുന്നു? ക്യാമറ യൂസ് ചെയ്ത് നിന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തട്ടാൻ വേണ്ടിയിട്ട് വച്ചു കൊടുക്കുകയാണ്. ഇവക്ക് കെട്ടിയവനുണ്ടാ? നിന്റെ ഭാര്യ മറ്റൊരുത്തന്നെ തട്ടാൻ കൊണ്ട് വച്ചു കൊടുക്കുകയാണ്. നീ വീഡിയോയിൽ കാണുന്നില്ലേ ഇത്? ഇതാരാ ഇവള്? ഏതാ ഇവള്? ഇനി ഞാൻ വേറെ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. അതിൽ ഇവളെ എടുത്ത് തന്നെ, അതായത് അവക്ക് കുഴിച്ച കുഴിയെന്ന് ഞാൻ പറയും. ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്നും കാണും. അതായത് ഇതിൽ വ്യക്തമായിട്ട് അയാൾ ഒരു ബാഗ് ഓപ്പോസിറ്റ് അയാളുടെ അപ്പുറത്തെ കയ്യിൽ ഒരു ബാഗ് എന്തോ ഉണ്ട്, അതിലെന്തോ സാധനമുണ്ട്, പൈസ ആയിരിക്കാം മേ ബി. അതായിരിക്കും അത്രയും കെയർ ആയിട്ട് അതിനെ പിടിച്ചു വയ്ക്കുന്നത്. അതിനെ പിടിച്ച് ബസ്സിനോട് കമ്പിയോട് ചേർത്ത് ആ ബാഗിൽ തന്നെ അയാളെ പിടിച്ചിരിക്കുകയാണ്. എന്തിന്? ആ ബാഗ് ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. ആ ബാഗ് എടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇവക്ക് തട്ടുന്നത് പോലെ തോന്നുന്നു എന്നാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അയാൾ തട്ടിയിട്ടില്ല. എടാ തീർത്തില്ലേ നീ തീർത്തില്ലേടിയോ ആ പാവം മനുഷ്യനെ? കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നു. ഇനി സത്യം നീ ഗുണം പിടിക്കൂല. ആ കുടുംബത്തിന്റെ ശാപവും ആ വ്യക്തിയുടെ കണ്ണുനീരും നീയും നിന്റെ തലമുറയും നശിച്ച് നാറാണത്താവും. നീ അമ്മാതിരി അപരാധമാണ് കാണിച്ചിട്ടുള്ളൂ. ആ വ്യക്തി തട്ടിയിട്ടില്ല. ഞാൻ ആദ്യം കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പുറത്ത് നിന്ന് അവൾ ഇപ്പുറത്ത് വന്നിട്ട് തട്ടാൻ വേണ്ടി വച്ചു കൊടുക്കുകയാണ്. എങ്ങാണ്ട് തട്ടിക്കഴിഞ്ഞ വീഡിയോ എടുത്ത് ഔട്ടാക്കാമല്ലോ. നാണം ഉണ്ടാടി നിനക്ക്, നാണം. ഇനി ഇവള് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇവള് മുക്കി കയറി ആ വ്യക്തി ഭൂമിയിൽ ഇല്ലാതെ ആയപ്പം ഇവള് ഈ വീഡിയോ മുക്കിയിട്ട് എക്സ്പ്ലനേഷൻ ഇട്ട് കാണാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാണ്.
സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. എൻ്റെ തന്തയ്ക്ക് ആദ്യം കൗൺസിലിംഗ് കൊടുത്തു, ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയാണ് കേട്ടാ. അതാദ്യം കൊടുത്തിട്ട് ബാക്കിയുള്ള സൊസൈറ്റിയിലോട്ട് ഇറങ്ങി. നീ കാണിച്ചിട്ടുള്ള പോക്കൃത്തനം അയാൾക്ക് സൈക്കോളജി പരമായിട്ട് തീർത്തില്ലേടേ നീ. ഇതിന് നീ ഉത്തരം പറ. നീ ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ പേരിൽ കൊണ്ട് കൊടുക്കും, നിന്നെ ഇത്ര ഞാൻ വലിച്ചു കയറി എന്ന് പറഞ്ഞ് കൊടുക്കണം. നീ കേസ് കൊടുക്കണം. എനിക്ക് അവിടെ വരണം, നിന്നെ കാണണം, സംസാരിക്കണം. നിന്നെപ്പോലെയുള്ള ഒരുത്തിയെ ക്രൂശിക്കാണ്ട് എന്നെപ്പോലെ നിന്നെപ്പോലെ ഉള്ള ഒരുത്തിയെ 10 പറഞ്ഞെന്ന് പറഞ്ഞ് ശിക്ഷിക്കുകയാണെങ്കിൽ എനിക്കതൊന്ന് കാണണം. എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ കേട്ടാ. എൻ്റെ പൊന്നാര മോളെ, തായും പൂവും വച്ചിട്ടല്ലാണ്ട് എനിക്ക് നിന്നെ ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. നിനക്ക് ഉളുപ്പില്ലാണ്ട് വന്ന് നിന്ന് നീ പ്രസംഗിക്കുന്നുണ്ടല്ലോ. സ്ലോ മോഷനിൽ ആക്കി തട്ടാൻ വേണ്ടി വച്ചു കൊടുത്ത് നിന്നിട്ട് നീ ആ വ്യക്തിയെ തീർത്ത് RIP പോസ്റ്റ് ഇറങ്ങി. കണ്ടില്ലേ? കാണ്, കൈയടിക്ക്, നീ സന്തോഷിക്ക്. നിന്നെ പോലെയുള്ള എല്ലാ അപരാധി മക്കളും സന്തോഷിക്ക്. ആണുങ്ങളുടെ ജീവനും വെച്ച് കളിക്കുന്ന നിന്നെ പോലെയുള്ള എല്ലാവളുമാരും സന്തോഷിക്ക്. കഴിഞ്ഞ ആഴ്ച അബ്സാക്കെ റജി, ഈ ആഴ്ച നീ. കൊള്ളാം, സ്പഷ്ട് സന്തോഷമായില്ല. വ്യക്തി തീർന്ന് കണ്ടായിരുന്നോ? ആ വ്യക്തി നീ ക്യാമറ ഓണാക്കുന്നത് കണ്ടിട്ട് വീണ്ടും വന്ന് തട്ടിയെന്നാണല്ലോ നീ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരുന്നു അദ്ദേഹമെങ്കിൽ അദ്ദേഹം സ്വയം ജീവൻ എടുക്കുവോ? നീ ക്യാമറ ഓണാക്കുന്നത് കണ്ടിട്ട് വീണ്ടും അങ്ങയുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് നിന്നെ മുട്ടിയെന്നാണല്ലോ നീ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വ്യക്തി ഇന്ന് സ്വയം ജീവൻ എടുക്കുവോ? നീ ഉത്തരം ബസ്സാവുമ്പോ ആടും അനങ്ങും. നിനക്കൊന്നും പറ്റൂലെങ്കിൽ നീ ബസ്സിൽ പോവല്ലേ. ആണുങ്ങളെ കാണാൻ പാടില്ല, നീയൊക്കെ അങ്ങ് വീട്ടിൽ തന്നെ ഇരിക്കണം, ആട്ടായിരിക്കണം വീട്ടിൻ്റെ അകത്ത്. എന്തിനു പുറത്തിറങ്ങണം? ദയവ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ പുതിയൊരു രീതി കൊണ്ടുപോവാ. ആണുങ്ങൾക്കൊരു ബസ്, പെണ്ണുങ്ങൾക്കൊരു ബസ്, അങ്ങനെ വല്ലതും കൊണ്ടുപോവാ. ജീവിക്കാൻ പറ്റില്ല ഇവിടെ ആണുങ്ങൾക്ക്, ജീവിക്കാൻ പറ്റത്തേ ഇല്ല. പതിവ്രതകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. ആണുങ്ങൾ തട്ടിയ തീർന്നു. കഴിഞ്ഞ ആഴ്ച മറ്റവള് അബ്സാക്കർ റജി, ഒരു നിരപരാധിയെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് പ്രായമുള്ള ആളെന്ന് തോന്നുന്നു. ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാത്തോണ്ട് അയാൾ അത് കാണാതെ അങ്ങ് പോയി. ഇയാൾ അങ്ങനെ അല്ല. ഇയാൾ വീട്ടിൽ പോയപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ദൈവം ഇതെന്തെന്ന് തീർന്നടേ. നീ ഉത്തരം പറയടേ. നീ എന്തിനാ ആദ്യമായിട്ട് വീഡിയോ മുക്കി? നീ എവിടെ മുക്കിയത്? എന്തിന്? നീയൊക്കെ ഗുണം പിടിക്കുവോ? എനിക്ക് സത്യം പറഞ്ഞു വിഷമം പറഞ്ഞ എനിക്ക്. ഞാൻ ചുമ്മാ പറയുന്നില്ല, എനിക്ക് നല്ല വിഷമം വന്നു ഈ ന്യൂസ് കണ്ട സമയത്ത്. നിന്നെ തായും പൂവും വെച്ചിട്ടാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത് അവസ്ഥ. ഇനി ഞാൻ ഒരു വോയിസ് കൊടുക്കാം. ഈ വ്യക്തിയെ പറ്റിയിട്ട് പറയുന്നതാണ്. അവരുടെ സർക്കിളിലുള്ള ആൾക്കാരും ഈ വ്യക്തിയുടെ ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ പറയും. നമുക്കൊന്ന് കേട്ടോക്കാം. നീ എണ്ണി വെച്ചോ, നീ നിന്റെ തലമുറയും നരയിക്കും ഗുണം പിടിക്കാതെ. നീ ഇവിടെ നിന്ന് ആ ഗതിയിലായിരിക്കും നീ ഈ ഭൂമിയിൽ നിന്ന് നീ അവസാനം പോകുന്നത്. എന്റെ സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പൊ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും ചെയ്തിക്കാനാണ്, ഫാനിൽ ഹാങ് ചെയ്തിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണ, നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തൊന്നും വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയനെ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. നിങ്ങൾ പറയല്ലോ,
വളരെയധികം വിഷമത്തോടെയാണ് ഈ ഒരു ഇഷ്യൂ അറിയുന്നത്. സത്യം, നിന്നേക്കാ പോലെയുള്ള ഓരോ പെണ്ണുങ്ങൾ കാരണം ഓരോ ആണുങ്ങളുടെ ജീവിതം തൊലഞ്ഞ് തരിപ്പണമാവുന്നത് കാണുന്നുണ്ട്. ഞാനൊരു കമന്റ് വായിച്ചു തരാം. ഒരു കമന്റ് നിങ്ങളൊന്ന് കാണും, ജനങ്ങൾ കാണും. നിങ്ങൾ പകർത്തിയ ആ വീഡിയോ, അതിലൂടെ നടത്തിയ സൈബർ ആക്രമണവും ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിരിക്കുന്നു. സത്യം തെളിയുന്നതിന് മുൻപ് ഒരാളെ സോഷ്യൽ മീഡിയയിൽ വിചാരണ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് ഈ മരണം തെളിയിക്കുന്നു. ഇതിന് ഉത്തരവാദികളായവർക്ക് കാലം മറുപടി നൽകും. കാലം അധികമൊന്നും നിനക്കൊന്നും സമയം തരത്തില്ല, പെട്ടെന്ന് തന്നെ നിനക്ക് ഇതിനുള്ള മറുപടി തരും. ഇവിടുത്തെ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആണുങ്ങളുടെ ജീവനും ജീവിതത്തിനും എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ ഇതിൽ നടപടിയെടുക്ക്. ഒരു പെണ്ണില്ലാത്ത ഒരു കള്ളക്കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കള്ള വിചാരണ നടത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടത് തുടർന്ന് ആ വ്യക്തി ഒരു മകളെങ്ങാണ്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതം പോയി. ഇതിന് മറുപടി കൊടുക്കണം ഇവിടുത്തെ നിയമം. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. എന്തായാലും വളരെയധികം ദുഃഖമുണ്ട് ഇങ്ങനത്തെ ന്യൂസുകൾ കാണുന്ന സമയത്ത്. സ്ത്രീകൾക്ക് ഇവിടെ ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. അതിനെല്ലാം മിസ്യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഓരോരുത്തകളാണ്. നാളെ നീയൊക്കെ പോയിട്ട് ഒരു പുരുഷന്റെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ആ പുരുഷൻ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കൈ തട്ടി, എന്റെ കാലിൽ തട്ടി, എന്റെ നെഞ്ചി തട്ടി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എടുക്കുമോ? ഇല്ല. പക്ഷെ വച്ചു കൊടുത്തിട്ട് നിന്നെയൊക്കെ പോലുള്ളവളെ കൊണ്ട് തട്ടിപ്പിക്കുന്നില്ല. ആ വീഡിയോ കണ്ടാ അറിയാം. നീ വച്ചു കൊടുക്കുകയാണ്. ക്യാമറ ഓണാക്കി വെച്ചിട്ട് നീ വച്ചു കൊടുക്കുകയാണ് തട്ടാൻ വേണ്ടിയിട്ട്. പോങ്ങന്മാരാ നമ്മൾ കണ്ടോണ്ടിരിക്കണമാര്. ഏതെങ്കിലും സ്ത്രീകളെ ഇങ്ങനെ വച്ചു കൊടുക്കൂ തട്ടാൻ വേണ്ടിയിട്ട്? മറ്റവൾ അന്ന് കൈ പൊക്കി പിടിച്ചു, നീ ഇപ്പം തിരിഞ്ഞു നിന്ന് വച്ചു കൊടുക്കുന്നു. അപ്പുറത്ത് നിന്ന് നീ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ കൈവാക്ക് കറക്റ്റായിട്ട് വന്ന് നിന്നിട്ട് നീ നിൽക്കുകയാണ്. കണ്ടോണ്ടിരിക്കണം. നമ്മൾ കിഴങ്ങന്മാരൊന്നുമല്ല, നമ്മൾ കീരവത്ത് പറിക്കാനല്ല പോകും, നമ്മൾ ചോറുണ്ണുന്നവന്മാരാ. നമുക്കറിയാം. അത് കണ്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്നിട്ട് ആ വ്യക്തിയുടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ബാഗിൽ ക്യാഷ് ആയിരിക്കും, മേ ബി എന്തോ സാധനമുണ്ട്, അത് സേഫായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തെ കൈ ഇവിടെ നിന്നിങ്ങനെ കമ്പിയിൽ പിടിക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു. ആ സമയത്ത് നീ കൊണ്ടുവച്ചു കൊടുക്കുകയാണ് തട്ടാനായിട്ട്. നീ ഉത്തരം പറയടി. നീ കാരണം ആ വ്യക്തി തീർന്നു. നീ ഉത്തരം പറയണം. നീ ഓരോ ദിവസവും നീ എണ്ണി തീർക്കും. ഈ വ്യക്തിയുടെ ഈ ഒരു ജീവൻ എടുത്തത് നീ തന്നെയാണ്. നീ ആ വ്യക്തിയെ തീർത്തു. അതാണ് ചെയ്തിട്ടുള്ളത്. നീ ഓരോ ദിവസം എണ്ണി ഈ ഭൂമിയിൽ നിന്ന് തീർക്കും. ഇത് ജനങ്ങളുടെ, കോടിക്കണക്കിന് ജനങ്ങളുടെ ശാപവും ആ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ ശാപവും എല്ലാം കൂടി നീ ഇറന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഗുണം പിടിക്കില്ല. നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇത് സത്യം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നീ എഴഞ്ഞു തീർക്കും. ഇത് വെറും ശാപമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ ശാപമാണ് കേട്ടാ. ഇത് അനുഭവിക്കാതെ നീ പോകത്തില്ല ഈ ഭൂമിയിൽ നിന്ന്. ഇനി ഒരു മനുഷ്യനും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ശക്തമായ നടപടി ഈ ഒരു മോക്ക് എതിരെ എടുക്കാൻ പറ്റുമെങ്കിൽ നിയമം എടുക്കുക. എത്രത്തോളം എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എടുത്താൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു നിരപരാധിയാണ് എല്ലാം കൂടി വലിച്ചു കീറി തീർത്തത്. ഒന്നും പറയാനില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.